സുഗമോദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കെ മേനോൻ്റെ ആഗ്രഹം നമ്മുടെ ഗിരീഷ് മാഷിൻ്റെ അടുത്ത് വന്ന് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ദേവികയും കൊണ്ട് അതെങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ച് കൊടുക്കുമെന്നാണ് പുള്ളിക്കാരൻ പ്രതീക്ഷിച്ചത്. അതിന് വേണ്ടിയിട്ട് കുറേ പാരിതോഷികം കൊണ്ടൊക്കെ വന്ന് സംസാരിച്ചെങ്കിലും ആഗ്രഹങ്ങൾക്ക് വഴങ്ങില്ല എന്ന് മനസ്സിലാക്കിയപ്പം ഭീഷണി രൂപത്തിൽ ഗിരീഷിനെ കൊല്ലുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അപ്പം അതിന് തക്ക മറുപടി തന്നെ ഗിരീഷ് കൊടുക്കുന്നുണ്ട്. സാറിൻ്റെ ആഗ്രഹം എന്തായാലും നടക്കാൻ പോകുന്നില്ല, പിന്നെ എന്നെ കൊല്ലുമെന്നാണ് ഭീഷണിയെങ്കിൽ തൽക്കാലം ഞാനിപ്പോൾ മരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നെങ്കിലും രജനിക്കും അമ്മയ്ക്കും നല്ല പേടിയുണ്ട്. കാരണം അയാളെ പോലുള്ള ഒരാളെയൊക്കെ വെറുപ്പിച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഗിരീഷിൻ്റെ കാര്യം എന്നുള്ളൊരു പേടിയാണ് അവരെ അലട്ടുന്നത്. എന്നാൽ അതേസമയം ഋഷിയെ കാണാതായതിൻ്റെ പിന്നിൽ മറ്റാരുമല്ല പ്രഭാവതിയും അല്ലെങ്കിൽ ചിലപ്പോൾ നന്ദനോ ഇടപെട്ടിട്ടുണ്ടെന്ന് സംശയം അരുന്ധതിയിൽ ഉറപ്പിക്കുന്നുണ്ട്. ആ ഒരു സംശയം നമ്മുടെ ദേവിയെ കണ്ട് സംസാരിക്കുകയും ചെയ്യുന്നു. കാരണം ഒരു MLA ആണ്, മാത്രമല്ല സിദ്ധാർത്ഥൻ സാറിന് ഒരുപാട് സ്വാധീനങ്ങളുണ്ട്. സിദ്ധാർത്ഥൻ സാർ ഉൾപ്പെടെ അരുന്ധതി മേഡത്തിനോട് എതിർപ്പ് കാണിച്ചിരുന്നു, കാരണം പ്രഭാവതിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഇരിക്കെ ഏറ്റവും വലിയ ശത്രുവാണ് അരുന്ധതിയുടെ പ്രഭാവതിയും അതുപോലെ സിദ്ധാർത്ഥൻ സാറും കുടുംബവും. അങ്ങനെ ഇരിക്കെ ഋഷിയെ കാണാതായതിൻ്റെ പിന്നിൽ പ്രഭാവതിയും കുടുംബവും ആണെന്നുള്ളൊരു സംശയം ദേവികയോട് പറയുന്നു. ദേവികയ്ക്കറിയാമല്ലോ എൻ്റെ ഏറ്റവും വലിയ ശത്രു ആരാണെന്നുള്ള കാര്യം. എനിക്കെൻ്റെ മോനെ കാണണം, എൻ്റെ മോൻ എന്ത് സംഭവിച്ചു എന്നെങ്കിലും എനിക്കറിയണം, എനിക്ക് നല്ല പേടിയുണ്ടെന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്നുണ്ട്. അപ്പം ദേവിക സമാധാനിപ്പിക്കുമ്പോൾ അരുന്ധതി പറയുന്നുണ്ട്, ഞാനൊരു അമ്മയാണ്, ഒരമ്മയുടെ മനസ്സ് ദേവികയ്ക്ക് കാണാൻ പറ്റില്ലേ, എത്രയും പെട്ടെന്ന് എൻ്റെ മകന് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം കണ്ടെത്തി തരില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ മേഡം വിഷമിക്കേണ്ട, ഇത് ഞാൻ മേഡത്തിന് തരുന്ന വാക്കാ. ഋഷിയെ കാണാതായതിൻ്റെ പിന്നിൽ എൻ്റെ വീട്ടിലുള്ള ആരെങ്കിലും ആണെങ്കിൽ പോലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് ഞാൻ മേഡത്തിന് വാക്ക് തരുക എന്നൊക്കെ പറയുമ്പോൾ അരുന്ധതിക്കാണെങ്കിൽ സമാധാനമാകുന്നു. മാത്രമല്ല തൻ്റെ തീരുമാനമൊന്നും തെറ്റിപ്പോയില്ല. ദേവികയെ ഒരു MLA ആക്കിയത് വളരെ വലിയ മണ്ടത്തരമായിപ്പോയെന്ന് CP ത്യാഗരാജനും എപ്പോഴും അരുന്ധതി കുറ്റപ്പെടുത്താറുണ്ടായിരുന്നു. എന്നാൽ അത് തെറ്റായിപ്പോയില്ലെന്ന് ദേവികയുടെ പെരുമാറ്റത്തിൽ നിന്നും മനസ്സിലാക്കുന്ന അരുന്ധതിയാണെങ്കിൽ ആ കാര്യം നമ്മുടെ ദേവിയോടും പറയുന്നു. എന്തായാലും എൻ്റെ തീരുമാനം തെറ്റായിപ്പോയില്ല. ദേവികയെപ്പോലെ ഒരാൾ തന്നെയായിരുന്നു രാമപുരം നിയോജക മണ്ഡലത്തിൽ MLA ആയി വരേണ്ടത്. ആ DYSPയോട് കേസ് കൊണ്ടുവന്ന് കൊടുത്ത സമയത്ത് അദ്ദേഹം നന്നായിട്ട് റെസ്പോണ്ട് ചെയ്തു എങ്കിലും പിന്നീട് അദ്ദേഹത്തിന് കേസ് അന്വേഷിക്കാൻ ഒരു മടി കാണിക്കുന്നത് പോലെ എനിക്ക് തോന്നി. അതിൻ്റെ പിന്നിൽ ഋഷിയെ കാണാതായ അല്ലെങ്കിൽ ഋഷിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട ആരുടെയെങ്കിലും കൈകൾ കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതേസമയം നമ്മുടെ നന്ദനാണെങ്കിൽ ആകെ ഡിപ്രഷനിലാണ്. ഇങ്ങനെ എത്ര ദിവസം രഹസ്യങ്ങൾ മറച്ചു വെച്ച് കഴിയാൻ പറ്റും? നിയമത്തിൻ്റെ മുമ്പിൽ താൻ തൽക്കാലം പിടിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ DYSPയും എസബല്ലയും എല്ലാവരും കൂടി ചേർന്ന് ഹെൽപ്പ് ചെയ്തെങ്കിലും ഈ ഒളിച്ചു താമസം അല്ലെങ്കിൽ രഹസ്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ടുള്ള അഭിനയം അത് നന്ദനെ പോലെ ഒരു പാവപ്പെട്ട നിസ്സഹായനെയും കൊണ്ട് സാധിക്കുന്ന കാര്യമേ അല്ല. നന്ദൻ്റെ മനസ്സിൽ രഹസ്യം ഇങ്ങനെ ഒളിപ്പിച്ചുകൊണ്ട് നടക്കാനും, അല്ലെങ്കിൽ ഋഷിക്ക് എന്ത് സംഭവിച്ചു, ഋഷിയുടെ മരണത്തിന് താൻ തന്നല്ലേ കാരണക്കാരൻ എന്നൊക്കെ ഉള്ളൊരു വേവലാതിയാണ് അരുന്ധതി മേഡത്തെ കാണുമ്പോഴും. ആ ഒരു കുറ്റബോധം വല്ലാതെ മനസ്സിനെ അലട്ടുന്നുണ്ട്. ഇനി ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഋഷിയെ കാണാതായതിൻ്റെ പിന്നിൽ ഞാനാണ് കാരണക്കാരനെന്നും അവൻ മരണപ്പെട്ടു, കൊലപാതകി ഞാനാണെന്നുള്ള സത്യം ഇനി അധികം താമസിക്കാതെ ഞാൻ ദേവിയോട് തുറന്നു പറയുമെന്ന് പ്രഭാവതിയോട് പറയുമ്പം, മോനെ നീ അവിവേകമൊന്നും കാണിക്കരുത്, അങ്ങനെ നീ നിയമത്തിൻ്റെ മുമ്പിൽ പെട്ടുപോകുവാണെങ്കിൽ ഈ അമ്മ പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? ഞാൻ മുമ്പേ മോനോട് പറഞ്ഞിട്ടില്ലേ, അങ്ങനെ വല്ല സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കേസ് മോൻ്റെ നേർക്ക് വരുവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ കുറ്റം ഞാൻ ഏറ്റോളാന്ന്. കാരണം ഞാനും അരുന്ധതി മേഡവും തമ്മിലുള്ള ശത്രുത എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അതുകൊണ്ട് ആരും സംശയിക്കില്ല എന്ന് പറയുമ്പം, അത് ശരിയല്ലമ്മ, ഞാൻ ചെയ്ത തെറ്റിൻ്റെ പേരിൽ അമ്മ ഒരിക്കലും ശിക്ഷ ഏറ്റുവാങ്ങേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് നന്ദനങ്ങ് പോകുമ്പോഴത്തേക്കും ആകെ തകർന്ന മനസ്സുമായിട്ട് പ്രഭാവതി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. അതേസമയം കെവിനും എസബല്ലയും കൂടെ ഒക്കെ ചേർന്ന് കുറേ പ്ലാനിങ്ങിലാണ്. നന്ദനെ നിയമത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരരുത്, ദേവിയുടെ കേസന്വേഷണം ശക്തമായി മുന്നോട്ട് പോകുകയാണെങ്കിലും DYSPയെ മാറ്റി കേസ് അന്വേഷിച്ചാൽ പോലും നന്ദൻ അകത്താകാതിരിക്കാൻ വേണ്ടിയിട്ട് നന്ദനോടുള്ള സ്നേഹത്തിൻ്റെ പുറത്ത് ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും നമ്മുടെ എസബല്ലയും അതുപോലെ തന്നെ കെവിനും ചേർന്ന് ചെയ്യുന്നു. ഇതൊക്കെ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിക്കൊണ്ടിരിക്കുന്നു എങ്കിലും ദേവിക ഇടപെട്ട് എല്ലാ കാര്യങ്ങളും വെളിച്ചത്ത് കൊണ്ടുവരുന്നതായിരിക്കും. അധികം താമസിക്കാതെ ഋഷിയുടെ കൊലയാളി ആരാണെന്നുള്ള സത്യം ദേവിക അറിയുമ്പോൾ അവൾ ആകെ തകർന്നു പോകാൻ സാധ്യതയുണ്ട്. കാരണം തൻ്റെ ഭർത്താവിനെ അകത്താക്കാൻ വേണ്ടിയിട്ടാണോ താൻ ഇത്രയും നാൾ പച്ച കെട്ടി ഇറങ്ങി എന്നുള്ളൊരു ടെൻഷനും വെപ്രാളം ഉണ്ടെങ്കിലും
ന്യായം നീതിയൊക്കെ നോക്കുന്ന ഒരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ നിയമത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങാൻ മാത്രമേ ദേവികയായാൽ പോലും നന്ദനെ ഉപദേശിക്കൂ. പക്ഷെ സ്വന്തം ജീവിതം തകർന്നതിൻ്റെ വിഷമവും അവളിലുണ്ടെങ്കിലും നിയമത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങാനായിരിക്കും മിക്കവാറും ദേവിക സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നന്ദനോട് പറയാൻ പോകുന്നത്. കാത്തിരിക്കാം.